ക്യാൻസർ എന്ന് പറയുന്ന ഒരൊറ്റ വിഭാഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിരവധി ഗവേഷണങ്ങളും പഠനങ്ങളും ചികിത്സകളൊക്കെ നടത്തിയ ഡോക്ടർ ഖലീൽ അഷ്റഫാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ചില ചോദ്യങ്ങളൊന്നുമില്ല, ഒരു ചോദ്യമേ ഉള്ളൂ, ഒരേ ഒരു ചോദ്യം. ആളുകൾ വളരെ കൺഫ്യൂസ്ഡ് ആകുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ക്യാൻസർ സുഖപ്പെടുത്താൻ പറ്റുമെന്ന അവകാശവാദം മുമ്പ് മോഡേൺ മെഡിസിൻ്റെ ഭാഗത്ത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ചില ഹോസ്പിറ്റലുകൾ കൃത്യമായ തെളിവുകളോടുകൂടി ഹോമിയോ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആയുർവേദ ആശുപത്രികളായിക്കോട്ടെ, അവർ വരുന്നുണ്ട്, ഈ ക്യാൻസർ ഞങ്ങൾ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? അത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നെ എൻ്റെ ആൻസർ ഉണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ അസുഖമല്ല. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഒരാളുടെ ബ്രസ്റ്റ് ക്യാൻസർ അല്ല വേറൊരാളുടെ ബ്രസ്റ്റ് ക്യാൻസർ. സ്റ്റേജ് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഹോർമോൺ സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ HER2 സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു പേഷ്യൻ്റ് എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ 10% വിവരേ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എവിടെയാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ ഏത് സ്റ്റേജ്, പിന്നെ അതിൻ്റെ ഹോർമോൺ റിസപ്റ്റർ സ്റ്റാറ്റസ്, അപ്പോൾ ER HER2 അതൊക്കെ ആ സ്റ്റാറ്റസ്, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പെറ്റ് സ്കാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അണ്ടർലൈങ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പോലെ വേറെ അഡീഷണൽ മ്യൂട്ടേഷൻസ്. എന്ന് വെച്ചാൽ എനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് 10% മുതൽ 100% വിവരം കിട്ടണമെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് another 100 pages ഓഫ് ഇൻഫർമേഷൻ വേണം അതിൽ, റൈറ്റ്? ആ സ്പീഡിലും കൂടുതൽ പോകുന്നതാണ് ക്യാൻസർ, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ 50 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ് എങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ 50ലും കൂടുതലാണ്. ആ സെൽസിന്റെ ഇൻക്രിമെന്റ് എത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്നതെന്നാണ്. അപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ക്യാൻ ബി 55ൽ പോവായിരിക്കും, എന്നുവെച്ചാൽ സ്പീഡ് ലിമിറ്റിലും 5 കിലോമീറ്റർ മേലെ. അല്ലല്ല, ദാറ്റ് ഈസ് നോട്ട് സ്റ്റേജ്. ഇറ്റ് ക്യാൻ ബി സ്റ്റേജ് 1 or stage 2 or stage 3, ബട്ട് ദ സ്പീഡ് ഈസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ക്യാൻസർ ഈസ് നോട്ട് ഓൺലി സ്റ്റേജ്, ഇറ്റ് ഹാസ് സോ മെനി അതർ ഫീച്ചേഴ്സ്. അപ്പോൾ ഒരാൾ ചിലപ്പോൾ 5 കിലോമീറ്റർ അബവ് സ്പീഡ് ലിമിറ്റ് ആയിരിക്കും, ചിലർ 50 കിലോമീറ്റേഴ്സ് അബവ് സ്പീഡ് ലിമിറ്റ് ആയിരിക്കും, റൈറ്റ്? ദേ ആർ ബോത്ത് ക്യാൻസർ, പക്ഷേ വി ട്രീറ്റ് ദം ഡിഫറെൻ്റ്ലി. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ഇപ്പം എൻ്റെ അടുത്ത് വന്നാൽ, ഇപ്പം ഈ പറഞ്ഞ മാതിരി ഓങ്കോ ടൈപ്പ് ഫാസ്റ്റ് ആണെങ്കിൽ പറയും നിങ്ങൾ കീമോ എടുക്കണം എന്ന് പറയും. ആ കീമോ എടുക്കണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കുറ്റാണ്, ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ stage 2 ഒരാൾ ബ്രസ്റ്റ് ക്യാൻസർ റിമൂവ് ചെയ്ത ആൾക്ക് there is a almost 75% chance the patient is already completely cured. അതെങ്ങനെ? stage 2 ക്യാൻസറിന് അത് മതി. stage 2 ക്യാൻസറിന് സർജറി ലിംഫ് നോഡ് എടുത്താൽ മതി. there is a 75% chance the patient is already cured. അത് കാരണം stage 2 ആണ്. stage 2 എന്ന് പറഞ്ഞാൽ അത് വേറെ എവിടെയും പോയിട്ടില്ല. പക്ഷേ ഒരു 25% ചാൻസിൽ പിന്നെ മടങ്ങി വരും വേറൊരു ഓർഗനിൽ. ദെൻ അത് മടങ്ങി വരുന്ന സമയത്ത് stage 4 ആയി, റൈറ്റ്? അപ്പം നമ്മളൊരു stage 2 പേഷ്യൻറ്റിനെ കണ്ടിട്ട് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് പറയാണ് നിങ്ങൾ കീമോ എടുക്കണം എന്ന് പറയാം. പക്ഷേ ആ കീമോ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 25% ചാൻസ് റിക്കറൻസ് ഉണ്ട്. കീമോ എടുത്തു കഴിഞ്ഞാൽ അത് 2% ആയിട്ട് കുറക്കാൻ പറ്റും. അതാണ് ശരിക്കും കീമോ എന്ന് പറയുന്നത്. പേഷ്യൻ്റ് ഇത് കേൾക്കുന്നു, പേഷ്യൻ്റ് പറയുന്നു എനിക്ക് കീമോ വേണ്ട, and then they do some random thing, homeo, Unani, Ayurveda, it doesn't matter, any or sugar pill, എന്ത് വേണമെങ്കിലും എടുത്തു എന്ന് വെച്ചാൽ. So if they were the lucky 75% to begin with, അവർ ആ 75% cured ആണെങ്കിൽ it doesn't matter, അവരുടെ cancer is not going to come back. They were already cured. അത് ഏത് ചികിത്സ എടുത്താലും എടുത്തില്ലെങ്കിലും it would not have come back. ആ എക്സാക്ട്ലി ഏത് 25%-നാണ് ക്യാൻസർ 5 കൊല്ലം കൊണ്ട് വരിക എന്നുള്ള നമുക്ക് അറിയില്ല ഇപ്പോഴും. അപ്പം നമുക്ക് ഇപ്പോൾ 100 പേഷ്യൻസ് എനിക്ക് വന്നു, 100 ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് വന്നാൽ I know 75% ഓഫ് ദം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും വരില്ല. 25 ആൾക്ക് ഞാൻ കീമോ കൊടുത്താൽ അവർ രക്ഷപ്പെടും. പക്ഷെ ഏർലി സ്റ്റേജിൽ എനിക്ക് അറിയില്ല ഈ കീമോ കൊടുക്കേണ്ട 25% ആരാണെന്ന്, റൈറ്റ്? അപ്പോൾ ഈ സ്റ്റേജിൽ ക്യൂറബിൾ ആണ് ക്യാൻസർ. അപ്പം സേഫസ്റ്റ് തിങ് ടു ഡു ഈസ് treat everybody. We don't know which of these patients will benefit, but we know they will benefit. ഡോക്ടർ പറഞ്ഞതുപോലെ 25 പേർക്ക് ചിലപ്പോൾ അത് ആവശ്യം വരുള്ളൂ കീമോ. പക്ഷെ നമ്മൾ ആ 100 പേർക്ക് കീമോ കൊടുക്കുന്നത് ഫ്യൂച്ചറിൽ അത് തിരിച്ച് വരാതിരിക്കാനും കൂടിയാണ് എന്ന് പറയാം. ഫ്യൂച്ചറിൽ തിരിച്ച് വരാതിരിക്കാനാണ്.
അല്ലാതെ നിലവിലുള്ള ഒരു ഇഷ്യൂവിനെ അല്ല, ഇറ്റ് ഈസ് എ പ്രിവെന്റേറ്റീവ് കീമോ. നമ്മളതിന്റെ മെഡിക്കൽ ടേം എന്താ വെച്ചാൽ അഡ്ജുവന്റ്, അഡ്ജുവന്റ് കീമോ എന്ന് പറയാം. ദാറ്റ് കീമോ ഈസ് ഗിവൺ ടു പ്രിവെന്റ് ക്യാൻസർ കമ്മിങ് ബാക്ക്, റൈറ്റ്? ആൻഡ് ദിസ് ഈസ് എ വെരി ഷോർട്ട് കോഴ്സ്, മോഡറേറ്റ്, വെരി ഹെവി കീമോ എന്നല്ല ഇത്, ഒരു ഷോർട്ട് കോഴ്സ് കീമോ. അപ്പം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആയുർവേദം കൊണ്ട് ഇപ്പോൾ സോ വാട്ട് ഐ എം സെയിങ് ഈസ് ഈ 75% കുറേ ആൾ ആയുർവേദം എടുത്ത് അവരെ ക്യാൻസർ വന്നില്ല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ആയുർവേദ. ദ ക്യാൻസർ വാസ് ഓൾറെഡി ക്യൂർഡ്, റൈറ്റ്? പ്രശ്നം എന്താ വെച്ചാൽ ഇത് കേട്ടിട്ട് ഒരുപാട് ആൾ പോയാൽ സം ഓഫ് ദോസ് പീപ്പിൾ ഹു വുഡ് ഹാവ് ബെനിഫിറ്റഡ് ഫ്രം കീമോ വുഡൻറ്റ് ഹാവ് ഗോട്ടൺ കീമോ. ആസ് എ സൊസൈറ്റി ദാറ്റ് ഈസ് ബാഡ്, റൈറ്റ്? ഫോർ എൻ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് ഇറ്റ് മേ ബി ഓക്കെ, ഹി മേ ബി എമംഗ് ദ ലക്കി വൺ ടു ബിഗിൻ വിത്ത്. ആ ഒരു തരത്തിലുള്ള ജനറലൈസേഷൻ പറ്റില്ല. ഒരു 1000 പേഷ്യൻസ് ഇപ്പോൾ സ്റ്റേജ് 2 ബ്രസ്റ്റ് ക്യാൻസറിന് കീമോ കൊടുത്തു, വേറൊരു 1000 പേഷ്യൻറ്റിന് കീമോ കൊടുത്തില്ല. അങ്ങനെയാണ് ഇതൊക്കെ അപ്രൂവ്ഡ് ആവുന്നത്. ഈ മെഡിസിനിൽ നമ്മൾ റാൻഡംലി ഒന്നും ചെയ്യില്ല, എസ്പെഷ്യലി ഓങ്കോളജിയിൽ. എവറിത്തിങ് ഈസ് ആഫ്റ്റർ സ്റ്റഡിയിങ് തൗസൻഡ്സ് ഓഫ് പേഷ്യൻസ്. നമ്മൾ ഇപ്പോൾ ഒരു 1000 പേഷ്യൻസിന് കീമോ കൊടുത്തു, 1000 പേഷ്യൻസിന് കീമോ കൊടുത്തില്ല, അവരെ 10 കൊല്ലം ഫോളോ ചെയ്തിട്ട് വാട്ട് വി ഫൈൻഡ് ഈസ് ദ കീമോ കൊടുത്ത പേഷ്യൻസ് 98% of them were alive at 10 years. Chemo കൊടുക്കാത്തത് only 70% was alive at 10 years. So at this point, you know, modern medicine is the only treatment that actually helps to put you on the 70% graft to 98% graft. സ്റ്റേജ് 4 ഒരു രോഗി ആയുർവേദത്തിലോ ഹോമിയോയിലോ മറ്റേതെങ്കിലും ചികിത്സാ രീതിയിൽ അവർ പോവുകയാണെങ്കിൽ 1% ക്യൂറബിലിറ്റിയുടെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടോ? സ്റ്റേജ് 4 ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൾറെഡി സ്പ്രെഡ് പ്രൈമറി ഓർഗനും വേറെ സ്ഥലത്തേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. സ്റ്റേജ് 4 ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ക്യാൻസറിൽ പണ്ട് നമ്മൾ ഇൻക്യൂറബിൾ ആയിരുന്നു എന്ന് പറയാം. ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ വെച്ചിട്ട് സ്റ്റേജ് 4 ഈസ് നോ ലോങ്ങർ കൺസിഡേർഡ് ഇൻക്യൂറബിൾ. ഇമ്മ്യൂണോതെറാപ്പി ഈസ് വൺ ഓഫ് ദ അമേസിങ് ന്യൂ ഇൻവെൻഷൻസ്. ഈ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വെച്ചിട്ട് ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ദർ ആർ പേഷ്യൻസ് ഹു ആർ ഫങ്ഷണലി ക്യൂർഡ് ഇൻ സ്റ്റേജ് 4. ഇനി സ്റ്റേജ് 4 വെച്ചിട്ട് ആൾട്ടർനേറ്റീവ് മെഡിസിൻ വെച്ച് ക്യൂർ എന്ന കഥകൾ, റൈറ്റ്? ഐ ഹാവ് സീൻ ഒക്കേഷണൽ കേസസ് ലൈക്ക് ദാറ്റ്. അസ്യൂമിങ് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ, വെൽ ഡോക്യുമെന്റഡ്, പെറ്റ് സ്കാൻ ഉണ്ട്, ബയോപ്സി ഉണ്ട്, അവർ മോഡേൺ മെഡിസിൻ എടുത്തിട്ട് ക്യാൻസർ പ്രോഗ്രസ് ചെയ്തു, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് വല്ലതും ചികിത്സ ചെയ്തിട്ട് മാറി എന്നുള്ളത് ഒരു കഥ, റൈറ്റ്? അത് ഇഫ് ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട്ലി വെൽ ഡോക്യുമെന്റഡ്, then there is the only explanation is there is a rare entity called spontaneous remission of cancer. Cancer can very rarely can spontaneously remit. Biggest advance cancer വന്ന എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ തെറാപ്പി. നമ്മുടെ ക്യാൻസർ സെൽസിന് അതിൻ്റെ പുറത്ത് ക്യാൻസർ സെല്ലിന് ഒരു ഇൻവിസിബിലിറ്റി ബ്ലാങ്കറ്റ് മാതിരി ഉണ്ടാക്കും. എന്നുവെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടല്ലോ, ടി സെൽസ്, ബി സെൽസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്താൻ പറ്റൂല, ഇമ്മ്യൂൺ സെൽസിന് കാണാൻ പറ്റില്ല. ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബോഡീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൽ ഉണ്ടെങ്കിൽ അതിനെ പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആന്റിബോഡി, റൈറ്റ്? ആന്റിബോഡി ആൻഡ് ടി സെൽസ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ വൈറസോ ബാക്ടീരിയയോ ക്യാൻസർ സെൽ, ബിക്കോസ് ക്യാൻസർ സെൽ ഇസ് ഡിഫറെൻറ്റ്, അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ക്യാൻസർ ഹാസ് ലേൺ ടു ക്രിയേറ്റ് ദിസ് ബ്ലാങ്കറ്റ്. അപ്പം ഇമ്മ്യൂൺ സെൽസ് പോവും, അവിടെ ഒന്നും കാണില്ല, ദേ ഡോണ്ട് സീ ദ ക്യാൻസർ. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ബൈ റിമൂവിങ് ദിസ് ബ്ലാങ്കറ്റ്. അപ്പോൾ ഇമ്മ്യൂൺ സെൽസിന് ക്യാൻസറിനെ കാണാൻ പറ്റും. ഇമ്മ്യൂൺ സെൽസ് ആർ മോർ പൊട്ടൻറ്റ് ദാൻ എനി കീമോതെറാപ്പി. ഇമ്മ്യൂൺ സെൽസ് ആർ അമേസിംഗ്ലി സ്ട്രോങ്, അല്ലേ? അപ്പോൾ അത് ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യും, ക്യാൻസറിനെ കൊല്ലും. സോ അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം, what I'm saying is immune system when it is active, for some reason it can actually kill cancer. So അങ്ങനെ spontaneous remission ചിലപ്പം വരും ക്യാൻസറിന്, വേറെ ചികിത്സ ഒന്നും ഇല്ലാതെ. അപ്പോൾ ട്രൂ ഇൻസിഡൻസ് ആണെങ്കിൽ that is one explanation. Second explanation, many times what I have seen is lot of patients take chemotherapy and everything, they get side effects and all, and then the tumor is already gone, but they are done with chemo, they go to some Ayurveda place, do some herbal remedy, and they feel better, and then they ascribe the cure to the last treatment, whereas they had already taken the modern treatment. അവസാനം സംഭവിച്ചത് exactly. Because the thing is, Ayurveda, I have nothing wrong against, like Ayurveda is a ancient practice, centuries old wisdom. ആയുർവേദത്തിന് ഡോക്ടർ എതിരല്ല. No, I am not at all. Wisdom, there's so much wisdom in Ayurveda, right? There are certain diseases like musculoskeletal,
ബാക്ക് പെയിൻ, അങ്ങനത്തെ കുറേ മസിലിൻ്റെ ഒക്കെ അസുഖങ്ങൾക്ക് മോഡേൺ മെഡിസിനിൽ നല്ല മരുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് വളരെ ജെന്യൂൻ ആയിരിക്കും, കാരണം എനിക്കും കൂടെ ഫീൽ ചെയ്യുന്ന ഒരു ഉത്തരമാണ്. കാരണം മോഡേൺ മെഡിസിനിൽ മരുന്നില്ലാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട്, എസ്പെഷ്യലി മസ്കുലോസ്കെലറി, അവിടെ ഏക്കിന് അതൊക്കെ അങ്ങനത്തെ അതിനൊക്കെ ആയുർവേദ ഈസ് പ്രോബ്ലി വെരി ഗുഡ്. കാരണം നമ്മുടെ ആൻസിസ്റ്റേഴ്സ് സെഞ്ചുറീസ് ഓഫ് നോളജ് ആണ് അതിൽ വന്നിരിക്കുന്നത്, റൈറ്റ്? അവരിങ്ങനെ ട്രയൽ ആൻഡ് എറർ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ആയുർവേദം, റൈറ്റ്? So I think there are so many uses for Ayurveda. So I'm actually a fan of Ayurveda. അങ്ങനത്തെ അസുഖങ്ങൾക്ക് ആയുർവേദ ഇസ് റിയലി ഗുഡ്. പക്ഷേ അന്നത്തെ കാലത്ത് ക്യാൻസർ എന്ന് പറഞ്ഞ ആ ഒരു അസുഖത്തെ പറ്റി തന്നെ ആൾക്കാർ അറിയില്ല, റൈറ്റ്? സോ യു കാണ്ട് എക്സ്പെക്ട് a medical thing that has been thousands of years old to cure a disease that didn't even exist when Ayurveda was there, right? So that doesn't make any sense. Homeopathy is, in my opinion, I have zero sympathy for them, because that is, I think, a pseudoscience. Because if you look at the history of medicine, ഈ സാമുവൽ ഹാനിമാൻ എന്ന് പറഞ്ഞ ജർമ്മൻ ഫിസിഷ്യൻ ആണ് ഈ ഹോമിയോപ്പതി കൊണ്ടുവന്നത്. he was a good doctor and he was അയാളാണ് അലോപ്പതി എന്ന് പറഞ്ഞ പേരുണ്ടാക്കിയത്. അന്നത്തെ മെഡിക്കൽ മോഡേൺ മെഡിസിൻ വളരെ പഴഞ്ചനായതുകൊണ്ടും അന്ധവിശ്വാസം നിറഞ്ഞതുകൊണ്ടും. എക്സാക്ട്ലി. ഹനുമാൻ വാസ് എ ഹെഡ് ഓഫ് ഹിസ് ടൈം. he was a curious person. അപ്പൊ അയാള് മോഡേൺ മെഡിസിൻ വാസ് സോ ഹൊറിബിൾ ഇൻ ദോസ് ഡേയ്സ്. ഈ ബ്ലഡ് ലെറ്റിങ്ങും അതൊക്കെ ആയിരുന്നു അന്ന്, ലീച്ചിനെ പിടിച്ചു വെക്കുക. അപ്പോൾ അയാൾ ഒരു കുറേ എക്സ്പെരിമെൻറ്റ് നടത്തി. അതിലെ ഒരു ക്ലാസിക് എക്സ്പെരിമെൻ്റ് എന്താ വെച്ചാൽ, ഈ സിങ്കോണ ബാർക്ക് എന്ന് പറഞ്ഞ ട്രീ ഉണ്ട്. ആ സിങ്കോണ ബാർക്ക് കൊടുത്താൽ മലേറിയ മാറുമായിരുന്നു. അന്ന് മലേറിയനെ പറ്റി, മലേറിയ വൈറസാന്ന്, മലേറിയ പ്ലാസ്മോഡിയം കൊണ്ടാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒബ്സർവേഷനുള്ള ആൾക്കാർ കണ്ടെത്തുമല്ലോ. അപ്പോൾ ഒബ്സർവേഷൻ വെച്ച് അവർ ഈ മലേറിയ ഉള്ള ആൾക്കാർ സിങ്കോണ ബാർക്ക് കൊടുത്താൽ മലേറിയ കുറയും. They didn't even know what malaria was caused by, right? പക്ഷേ he had that observation. So then he decided to give സിങ്കോണ ബാർക്ക് ലോ ഡയല്യൂഷനിൽ പേഷ്യൻസിന് കൊടുത്തു. അപ്പോൾ സിങ്കോണയുടെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഫീവർ എന്ന് പറഞ്ഞൊരു ഫീവർ ഉണ്ടാക്കും. സിങ്കോണ ബാർക്ക് മലേറിയ ക്യൂർ ചെയ്യും, അതേസമയം സെയിം സിങ്കോണ ലോ ഡോസിൽ കൊടുത്താൽ പനി വരും. നൺ ഓഫ് ദിസ് ഹാവ് എനി സയന്റിഫിക് ബേസിസ്. ഇപ്പം നമുക്കറിയാം മലേറിയ പ്ലാസ്മോഡിയം കൊണ്ടാണ്. സിങ്കോണ എന്ന് ക്യുനൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്, ക്യുനൈൻ ഉണ്ടാക്കുന്ന ഒരു ബ്ലാക്ക് ഫീവറാണ് ഉണ്ടായതെന്നൊക്കെ. ഒരു കാര്യം നമ്മൾ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടൻഷ്യൽ കൂടുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ ബേസിക് ഫിസിക്സ്. ഒരു കാര്യം നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചായയിൽ പഞ്ചസാര ഏറ്റവും കുറവ് ചേർക്കും തോറും അതിന് മധുരം കൂടുന്നു പറഞ്ഞാൽ ദാറ്റ്സ് വിഡിത്തല്ലേ. സോ ഹോമിയോപ്പതി ഇൻ മൈ ഒപ്പീനിയൻ ഈസ് ആൻ ആബ്സല്യൂട്ട് സ്യൂഡോ സയൻസ്. ഇറ്റ് വർക്ക്സ് പ്യുവർലി ബൈ പ്ലാസിബോ എഫക്ട്. പക്ഷെ എൻ്റെ വളരെ അടുത്തൊരു മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഹോമിയോ ചികിത്സ മൂലം ഒരുപാട് ആളുകളുടെ അസുഖം മാറുന്നുണ്ട്. മീൻസ് ഇവരെല്ലാവരും വിശ്വസ്തരാണ്, കള്ളം പറയുന്ന ആളുകളല്ല. ഒരു 2 വർഷം മുമ്പ് 42 ക്യാൻസർ അതിജീവിതർ എന്നുവെച്ചാൽ ക്യാൻസറിനെ അതിജീവിച്ച ആളുകളുടെ ഒരു പ്രോഗ്രാം ഞാൻ നടത്തിയിരുന്നു ഇവിടെ മാഹിയിൽ വെച്ച്. അപ്പോൾ അവർ എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ആ 42 പേരും മോഡേൺ മെഡിസിൻ ഉപയോഗിച്ചിട്ട് ചികിത്സ മാറിയവരാണ്. അപ്പോൾ ഇതേ ഒരു വിഷയം ഞാനൊരു ആയുർവേദ ഡോക്ടറോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അതേപോലെ ഒരു ഗ്യാതറിങ് നിങ്ങൾ സംഘടിപ്പിക്കൂ, ആയുർവേദം കൊണ്ട് സുഖപ്പെട്ട ആളുകളെ കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ വിശ്വസ്തനായ ഡോക്ടറാണ്, പ്രഗത്ഭനായ ഡോക്ടറാണ്. പക്ഷെ അതിലുണ്ടായിരുന്ന ഒരു സംശയം, ഇവരും ക്യൂർ ചെയ്യുന്നു അവരും ക്യൂർ ചെയ്യുന്നു, അതാണ് ഈ ചോദ്യം വരാൻ കാരണം. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. കാരണം ക്യാൻസർ ഈ പറഞ്ഞ മാതിരി ഒരു സ്കെയറി അസുഖമാണ് ആൻഡ് പീപ്പിൾ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ഈസിയർ ട്രീറ്റ്മെന്റ്, റൈറ്റ്? കീമോ ഹാസ് എ ബാഡ് റെപ്യൂട്ടേഷൻ, അപ്രോപ്രിയറ്റ്ലി സോ, കാരണം കീമോ ഇസ് നോട്ട് ഈസി. അപ്പം ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഏറ്റവും കൂടുതൽ ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഓങ്കോളജിയിലാണ്, വിച്ച് ഈസ് അൺഫോർച്ചുനേറ്റ്. കാരണം ഓങ്കോളജിയിൽ ഒരു മരുന്നും പ്ലാസിബോ എഫക്റ്റ് ഇല്ല, റൈറ്റ്? ഇഫ് യു ഹാവ് ട്രൂ ക്യാൻസർ, സ്റ്റേജ് 4 ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ ഒരാൾക്ക് വല്ല വാദം അല്ലെങ്കിൽ സ്കിൻ വാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് പ്ലാസിബോ എഫക്റ്റ് ഇൻ ദോസ് തിങ്സ്. അപ്പോൾ പ്ലാസിബോ എഫക്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്ത് കൊടുത്താലും അവരുടെ അസുഖം മാറും, റൈറ്റ്? അപ്പോൾ ഒരു സ്റ്റേജ് 4 ക്യാൻസർ ഉള്ള ഒരാൾക്ക് നമ്മൾ അങ്ങനെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ എൻ്റെ അഭിപ്രായത്തിൽ എസ്പെഷ്യലി ക്യൂറബിൾ ആണെങ്കിൽ, റൈറ്റ്? ഇഫ് ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ, ലൈക്ക് ഇഫ് സമൺ ഹാസ് അഡ്വാൻസ് പാൻക്രിയാറ്റിക് ക്യാൻസർ, വി ഹാവ് നോ ഗുഡ് ട്രീറ്റ്മെൻറ്റ്. നമ്മളെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മേ ബി ഒരു 6 മാസം 1 കൊല്ലം കൂടുതൽ ജീവിക്കാന്നല്ലാതെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇഫ് ദേ വാണ്ട് ടു ഡു ആയുർവേദ, ഹോമിയോ ഓർ വാട്ട് എവർ ദാറ്റ്, ആശ്വാസത്തിന് ഐ ആം ഓൾ ഫോർ ഇറ്റ്. പക്ഷേ
ക്യൂറബിൾ ക്യാൻസറിൽ അത് ചെയ്യുന്നത് മോശമാണ്. പിന്നെ ഈ സ്റ്റേജ് 2, സ്റ്റേജ് 1, സ്റ്റേജ് 3 ചെയ്യുന്നത് ഈസ് ഈവൻ മോർ ഡേഞ്ചറസ്. കാരണം നമുക്ക് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് വരെ അറിയില്ല. കാരണം it will take up to 5 to 10 years before the cancer come back, right? Because the stage 2 cancers and all can come back very late. അപ്പം നമ്മൾ അവർ ചെയ്തത് തെറ്റാന്ന് അറിയാൻ തന്നെ സമയമെടുക്കും, റൈറ്റ്? രണ്ടാമത് അവരെ ഞാൻ പറഞ്ഞ മാതിരി ഒരു 70% ഓൾറെഡി ക്യൂർഡ് ആൾക്കാർക്ക് ക്യാൻസർ വരാത്തത് ദേ വുഡ് ഫോൾസ്ലി ക്രെഡിറ്റ് ടു ദിസ് തിങ് ദേ ടുക്ക്. ഇതൊരു പുതിയ വിവരമാണ്. 70% ഓഫ് ക്യാൻസർ ആ ഒരു ഏർലി സ്റ്റേജ് ആണെങ്കിൽ സ്വയം ക്യൂർ ആവും എന്നുള്ള. Early stage is already, if you just because you have cancer, that doesn't mean you are incurable disease. See, a significant number of patients I see are patients who are cured of cancer. Stage 1, 2 and 3 are now routinely cured. Even stage 4. അപ്പം ഏർലി സ്റ്റേജിൽ ഓൾറെഡി ക്യൂർഡ് ഒരാൾ എന്തെങ്കിലും ഒരു ഹോമിയോ യുനാനി എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് അവരുടെ ക്യാൻസർ വന്നില്ലെങ്കിൽ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് ദേ ഡിഡ്. ദേ പ്രോബ്ലി വർ അമംഗ് ദ ലക്കി 70%. ഓക്കെ. അപ്പോൾ പിന്നെ ഡോക്ടർ ഇന്ന് അമേരിക്കയിലേക്ക് പോവാണ്. ഒരു 4 മണിക്കൂറിലെ 5 മണിക്കൂർ കഴിഞ്ഞാൽ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്കൊക്കെ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചാണ്. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ക്യാൻസർ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ, അല്ല അത് സാധിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? മീൻസ് ആയുർവേദം, ഹോമിയോ പോലുള്ള മെഡിസിൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ സ്റ്റേജിലാണ് ഞാൻ അവരുടെ തീരെ ഉപയോഗിക്കാതിരിക്കുക. ആണോ? കാരണം ഏർലി സ്റ്റേജിൽ ക്യാൻസർ 100% നമുക്ക് 70 to 100% ക്യൂർ റേറ്റ് ഉണ്ട് മോഡേൺ മെഡിസിൻ വെച്ചിട്ട്. ഇപ്പൊ ഒരാൾക്ക് ഏർലി സ്റ്റേജ് കോളൻ ക്യാൻസർ ആണെങ്കിൽ ഇത് ദാറ്റ്സ് ആക്ച്വലി എ ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം പലപ്പോഴും ഞാൻ ഇത് കണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഇവിടെ എനിക്ക് ഒരുപാട് പേഷ്യൻസ് വാട്സപ്പിലൊക്കെ ആക്കും, പേഷ്യൻസിൻ്റെ ഫാമിലിയൊക്കെ. അപ്പോൾ അവർ സ്റ്റേജ് 1 ക്യാൻസർ ആയിരുന്നപ്പം, സ്റ്റേജ് 1, 2 അല്ല 2 ഒക്കെ ആയിരുന്നപ്പം അവർ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല, റൈറ്റ്? എന്നിട്ട് അതും ഇതൊക്കെ ചെയ്ത് നടക്കും. എന്നിട്ട് പിന്നെ സ്റ്റേജ് 4 ആയിട്ടാണ് പിന്നെ മോഡേൺ മെഡിസിനിലേക്ക് വരുന്നത്. ആക്ച്വലി ദാറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. കാരണം ഏർലി സ്റ്റേജ് ആണ് ഏറ്റവും ക്യൂറബിൾ ആണ് ഏർലി സ്റ്റേജ്. ആ സമയത്ത് സർജറി, കീമോ ആൻഡ് റേഡിയേഷൻ വെച്ചിട്ട് ഒരുവിധം എല്ലാ ക്യാൻസറും വി ക്യാൻ ക്യൂർ. സി, ക്യാൻസർ ഹാസ് കം എ ലോങ് വേ. ഇൻ ദ ലാസ്റ്റ് 20 years ക്യാൻസർ സർവൈവൽ ഹാസ് ആക്ച്വലി ഇംപ്രൂവ്ഡ് മോർ ദാൻ എനി അതർ ഡിസീസ്. അപ്പോൾ ഏർലി സ്റ്റേജിലാണ് ഇങ്ങനത്തെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ തീരെ ഉപയോഗിക്കരുത് എന്ന് പറയാം. ബിക്കോസ് ദാറ്റ് ഈസ് വെൻ യു ഹാവ് എ ഹൈ ചാൻസ് ഓഫ് ബീങ് ക്യൂർഡ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, കാരണം ഇത്രയും സ്വാധീനം സോഷ്യൽ മീഡിയ ഒക്കെ ചെലുത്തുന്ന ഒരു സമയത്ത് ആൾട്ടർനേറ്റീവ് മെഡിസിനിലേക്ക് ആളുകൾ പോകുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരുപാട് ആളുകൾ ഇതിന് പോകുന്നുണ്ട്. പിന്നെ ഇതൊരു ഭയപ്പെടുത്തുന്ന ഒരു അസുഖമാണ്, ആരാലും ഭയപ്പെടുന്നൊരു അസുഖമാണ്. എന്തായാലും നമ്മുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച ഖലീൽ അഷ്റഫ് സാറിന്, പിന്നെ അദ്ദേഹം MD ആണ്, MBBS ആണ്, പിന്നെ അതുപോലെ FACP അല്ലേ, അങ്ങനെ നിരവധി ഗവേഷണങ്ങളൊക്കെ നടത്തിയ ഒരു വലിയൊരു മനുഷ്യനാണ്. ഈ ഒരു കുറഞ്ഞ സമയത്തിന് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. താങ്ക് യു.